നമുക്കിവിടെ കുറച്ച് പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവരോടൊക്കെ ഒന്ന് സംസാരിച്ചു നോക്കാം. എന്താണ് അവരുടെ ക്യാമ്പസിലെ വിശേഷങ്ങൾ, എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ബിക്കോസ് ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം പിള്ളേരോട് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യെസ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കോളേജ് നിങ്ങളൊക്കെ ഏത് കോളേജിലെ പിള്ളേരാണ് നിങ്ങൾ ആദ്യം? JCT. കാരണം ആ ചോദ്യം ചോദിക്കണം. കാരണം ഇവിടെ 5ഓളം കോളേജുകളുണ്ടല്ലേ. എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ ആർക്കിടെക്ചർ, ലോ കോളേജ്, പിന്നെ MBA, ഏവിയേഷൻ. ഭയങ്കര വലിയ ക്യാമ്പസാണ്. അത് ചോദിച്ചേ പറ്റുള്ളൂ. ഇനി അടുത്ത് ചോദിക്കട്ടെ, നിങ്ങൾ ഏത് ക്ലാസ്സുകളിലൊക്കെ ഉള്ള ആളുകൾ, ഏത് വർഷമാണ്, ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇയേഴ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഇയേഴ്സ് ആകുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എങ്ങനെ നിങ്ങളിവിടെ എത്തിപ്പെട്ടു? ഹായ്, എൻ്റെ പേര് അൻസി റോഷ്നി എന്നാണ്. ഞാനിവിടെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഉള്ള കോഴ്സാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കോളേജ് നോക്കിയിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ നാക്ക് അക്രഡിക്ഷൻ ഒക്കെ നോക്കുമ്പം ഇത് നാക്ക് A+ ഗ്രേഡാണ് ഇവിടെ ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അവിടെയുള്ള ആഡ് കണ്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തപ്പം സാർ വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. സാർ ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇമ്പ്രസ്ഡ് ആയി. ആക്ച്വലി എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ മലപ്പുറം പെരിന്തൽമണ്ണയാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പോയി വരും ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഹോസ്റ്റൽ പ്രിഫർ ചെയ്യും ചെയ്യാം. അപ്പോൾ രണ്ടും എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടുതൽ വിട്ടിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ അവിടെ സ്റ്റേ അടിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ഇത് കൂടുതൽ ഒന്നുകൂടി നന്നായിട്ട് തോന്നിയോണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തായിരുന്നു എൻട്രൻസ് നീറ്റ്. അപ്പോൾ ഞാനൊരു മെഡിക്കൽ ആസ്പിരൻ്റ് ആണ്. പക്ഷേ എനിക്ക് ഒന്നുകൂടി ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എന്നുള്ള കോഴ്സ് ഇമ്മെൻസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പം അഗ്രികൾച്ചർ ഓഫീസർ ആവാം, അഗ്രികൾച്ചർ എഞ്ചിനീയർ ആവാം, അങ്ങനെ അഗ്രികൾച്ചറൽ ഇൻസ്പെക്ടർ ആവാം, അങ്ങനെ ആ ഒരു ബേസിലായിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പം ഈ ഒരു മെഡിക്കൽ ഫീൽഡ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ അതിൽ കൂടുതലായിട്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ലൈഫാണ് ഫീൽ ചെയ്ത് തുടങ്ങിയിരുന്നത്. ഭയങ്കരമായിട്ട് പ്രഷറായിരുന്നു. ഇപ്പം റിപ്പീറ്റിൻ്റെ സമയത്ത് തന്നെ ഞാൻ ഒരുപാട് ഡിപ്രഷനിലേക്ക് പോയിട്ടുള്ള കുറേ അവസ്ഥകളുണ്ടായിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒന്നുകൂടി ഫുൾ റിലാക്സ്ഡ് മൈൻഡാണ്. അപ്പം ഒന്നുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ എനിക്ക് പഠിക്കാൻ ഇവിടെ പറ്റുമെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ആൻഡ് ശരിയാണ്, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് സെമസ്റ്റർ പേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ അത്രയും നല്ലൊരു കോളേജായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കിപ്പോൾ കീം അതുപോലെ തന്നെ JEE ഒന്നും ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ മൈൻഡ് എഞ്ചിനീയറിംഗ് അല്ലായിരുന്നല്ലോ, അപ്പോൾ ഞാനൊന്നും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ മാനേജ്മെൻറ്റ് കോട്ടയിൽ വന്നതാണ്. പക്ഷേ മാനേജ്മെൻറ്റ് കോട്ടയിൽ വന്നതാണെങ്കിലും അതിനനുസരിച്ച് ഫീ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് നമുക്ക്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് വളരെയധികം കുറവാണ്. നമ്മുടെ കേരളത്തിലൊന്നും ഇല്ല, വളരെ കുറവാണ്. അപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് വന്ന ആ ഒരു സമയത്ത് എനിക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നിയത് JCT തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്.